ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്വിൻവ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. സൂപ്പർ ഫുഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മില്ലറ്റാണ് ക്വിൻവ എന്ന് പറയുന്നത്. പെട്ടെന്ന് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ, തൈറോയിഡ് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ക്വിൻവ. പ്രോട്ടീനിൻ്റെ ഒരു കലവറ തന്നെയാണ് ക്വിൻവ എന്ന് പറയുന്നത്. ഒരുപാട് തരം ധാന്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണെങ്കിലും അതിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ പ്രോട്ടീനിൻ്റെ അളവിൽ ഇരട്ടിയാണ് ക്വിൻവയിലുള്ളത്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. സാലഡിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് തൈരും വെജിറ്റബിൾസും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു സാലഡാണിത്. ഇതിൻ്റെ കൂടെ ഈ ഒരു ക്വിൻവയുടെ റെസിപ്പിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. കുറച്ചും കൂടെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാൾനട്ടും കുറച്ച് പിസ്തയും കൂടെ ഇതിനകത്ത് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. സാലഡിൽ തൈര് ചേർക്കുന്ന സമയത്ത് ഫാറ്റ് കുറവുള്ളതും അതുപോലെ പുളി അധികം ഇല്ലാത്ത തൈരും വേണം ചേർക്കാനായിട്ട്. ദിവസം 2 നേരം നിങ്ങൾ ഈ ക്വിൻവ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ തടി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫുഡ് വെച്ചുള്ള റെസിപ്പി സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. ക്വിൻവ കുക്ക് ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതാണ് ക്വിൻവ. ഇത് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാപ്പോനിൻ എന്ന് പറയുന്നൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കഴുകാനായിട്ട്. ഇതിനൊരു ചവർപ്പ് ടേസ്റ്റാണ്, ചെറിയൊരു കയ്പ്പ് ടേസ്റ്റാണുള്ളത്. അപ്പോൾ സോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വിൻവ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തിരുമ്മി ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കാം. കഴുകുന്ന സമയത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി തിരുമ്മിയെടുക്കണം. നന്നായിട്ട് കഴുകിയാൽ മാത്രമാണ് ഈ ഒരു കയ്പ്പ് ടേസ്റ്റ് പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്താലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളൊരു സൂപ്പർ ഫുഡാണ്. കൂടാതെ ഇതിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സമ്പൂർണ്ണ പ്രോട്ടീനാണ്. മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് ഇതിനകത്ത് ഇരട്ടി പ്രോട്ടീനാണുള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഫൈബർ റിച്ച് ആണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വിൻവ കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. പാൻ ചൂടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലത് ഒന്നുകിൽ വെളിച്ചെണ്ണ, ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ നല്ലെണ്ണ. ഓയിൽ അത്ര നല്ലതല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കടുകെല്ലാം പൊട്ടുന്നില്ലേ, അതേപോലെ ഇങ്ങനെ പൊട്ടിയിട്ട് വരുന്നത് കാണാം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ വറുത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുഴഞ്ഞു പോകാതെ ഒന്നിനോടൊന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റും ആയിരിക്കും വറുത്തെടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് അളവല്ലെങ്കിൽ നമ്മൾ ഉപ്മാവൊക്കെ വെക്കുന്ന സമയത്ത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കില്ല, അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണത് കുക്ക് ചെയ്യാനായിട്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുക്കായിട്ട് വരും. മാക്സിമം 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള ബാക്കി കാര്യങ്ങളൂടെ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചധികം നിലക്കടലല്ലേ, കപ്പലണ്ടി, പീനട്ട്, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പീനട്ടിനകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം. ഇത് നമ്മൾ ഒന്നിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു ഹെയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വേറെ നമ്മൾ ഫുഡിലും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമ്മളുടെ ക്വിൻവയും നല്ല കുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒന്നിനോടൊന്നും തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളമെല്ലാം വറ്റി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. 1 ന് 1.5 കപ്പ് വെള്ളം എന്ന് പറയുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവർ കുക്കാവോ അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ നേരത്തെ പീനട്ട് വറുത്ത ഇതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം.
ചെറിയൊരു കഷ്ണമാണ്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ഇഞ്ചിയുടെ ഒരു കുത്തില്ലേ, അത് പോകുന്നവരെ വഴറ്റി കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് അതിനകത്ത് ചേർക്കുന്നത് അതെല്ലാം ഒന്നിച്ച് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം സവോളയും ബീൻസും ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ പീസോ ക്യാരറ്റോ ക്യാബേജോ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസൊക്കെ നമ്മൾ സോക്ക് ചെയ്തിട്ട് വേവിച്ചിട്ടിടാം, അല്ലെങ്കിൽ ഫ്രോസൺ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ എത്രയാണ് ചേർത്തത്, ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നിങ്ങളുടെ ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള കീൻവ ഇതിനകത്തേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കീൻവ നമ്മൾ ഒന്നിച്ച് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് സാലഡിലായാലും ഇതുപോലെ ഉപ്മാവ് രീതിയിലും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ടും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ അതിനകത്തുനിന്ന് അടച്ച് വയ്ക്കുമ്പോൾ അതിനകത്ത് കുക്കായിക്കോളും. ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സാലഡാണ്. സാലഡിലേക്ക് ചേർക്കുന്ന തൈര് പുളി കുറവുള്ളതും അതുപോലെ ഫാറ്റ് കുറവുള്ള തൈരും കിട്ടും. അപ്പോൾ അത് വേണം ചേർക്കാൻ. എന്നിട്ടൊരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് കുക്കുംബറുമാണ് ചേർത്തത്. നമുക്ക് തക്കാളിയോ ക്യാരറ്റോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ചേർത്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആക്കാനും ടേസ്റ്റി ആക്കാനും വേണ്ടി കുറച്ച് വാൾനട്ടും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ക്രഞ്ചിയും ആയിരിക്കും ഇത് കഴിക്കാൻ. പിന്നെ വാൾനട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് പിസ്ത ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഷുഗർ ഉള്ളവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും എല്ലാം തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് കീൻവ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ തടി കുറയുന്നതായിട്ട് കാണാനും പറ്റും. ഇതിൻ്റെ കൂടെ 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ വർക്കൗട്ടുകളും എക്സസൈസുകളെല്ലാം ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഹെൽത്തി ബോഡി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല വെയിറ്റ് ലോസ് റെസിപ്പിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.